ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ അർച്ചന പറയുകയാണ്, കുടിച്ചോ കുടിച്ചോ, ഇനി നിങ്ങൾക്ക് എന്താണെങ്കിലും അല്പം കൂടുതൽ തന്നെ കുടിക്കേണ്ടതായി വരും. നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, പിന്നെ നിങ്ങളുടെ കാമുകനെ മറ്റൊരു പെണ്ണ് വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താകുമെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. ദേ അർച്ചനെ, മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്നെപ്പറ്റി അബോധം പറയാൻ നിൽക്കരുതെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നിങ്ങളുടെ മര്യാദയുടെ കാര്യമൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കണ്ട. സ്വന്തം ഭർത്താവിനെ വർഷങ്ങളോളമല്ലേ നിങ്ങൾ പൂട്ടിയിട്ടത്. കൂടാതെ മര്യാദയുള്ള ഏട്ടത്തിയാണോ സഹോദരങ്ങളോട് എന്തൊക്കെ ചെയ്തതെന്നും കൂടി ഒന്ന് ഓർത്തു നോക്ക്. ഇത് കേൾക്കുന്ന അവന്തിക നന്ദന്റെ കാര്യവും സന്ദീപിന്റെയും സ്നേഹയുടെയും സച്ചിയെയും കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഇതിലും കൂടുതലായിട്ട് കാര്യങ്ങളുണ്ട്, ഞാൻ എന്താണെങ്കിലും കൂടുതലൊന്നും പറയുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുന്നു. തുടർന്ന് അവന്തിക പറയുകയാണ്, നീ കൂടുതൽ അഹങ്കരിക്കുകയൊന്നും വേണ്ട. നിന്റെ സന്തോഷം കെടുത്താൻ എനിക്ക് നിമിഷങ്ങൾ പോലും വേണ്ട. നിന്റെ സന്തോഷം എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സ്നേഹയും ധനുഷിനെയുമാണ്. ധനുഷ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് പറഞ്ഞ് ധനുഷിനെ ചേർത്ത് പിടിക്കുകയാണ് സ്നേഹ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നു. അവന്തികയെ കണ്ടയുടൻ തന്നെ രണ്ടുപേരും പെട്ടെന്ന് മാറി നിൽക്കുകയാണ്. തുടർന്ന് സ്നേഹ ഫുഡ് അപ്പുറത്തെ മുറിയിലേക്ക് വെക്കാൻ കൊണ്ടുപോകുമ്പോൾ അവന്തിക പറയുകയാണ്, നീ നിന്റെ പരിധി ലംഘിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ധനുഷേ. നീ കൂടുതൽ വിളിച്ചെടുക്കാൻ നോക്കിയാലേ നിന്നെ തീർക്കാനും ഈ അവന്തികയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നീ സമാധാനപ്പെട്, നമുക്ക് എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാക്കാമെന്ന് ധനുഷ് പറയുമ്പോൾ ആദ്യം ആ കൊച്ചിന്റെ കാര്യത്തിൽ വേണം തീരുമാനമുണ്ടാക്കാനെന്ന് അവന്തിക പറയുന്നു. ആഹാരം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് ധനുഷ് പറയുന്നു. അതൊന്നും പറ്റത്തില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്നേഹ ധനുഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് മുറിയിലേക്ക് പോയി ധനുഷിനെ പറ്റി ആലോചിക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സേതുമാധവനെയാണ്. സേതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അർച്ചന പറയുകയാണ്, അച്ഛൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. സ്നേഹയെ കാണാൻ വേണ്ടിയല്ലേ. ഇത് കേൾക്കുന്ന സേതുമാധവൻ ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ്. കൂടാതെ സ്നേഹയ്ക്ക് ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയുള്ള അർച്ചനയുടെ അഭിപ്രായവും സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എല്ലാവരെയും പോലെ തന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത്, അതാണ് ഞാനും സ്നേഹയുടെ കാര്യത്തിൽ കരുതിയിരുന്നത്. പക്ഷേ അച്ഛൻ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. അത് തന്നെ അച്ഛൻ്റെ നല്ല മനസ്സാണ്. പിന്നെ ആഭരണം കൊടുക്കുന്ന കാര്യം എല്ലാം അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അച്ഛനിപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ മറ്റാരോടും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും ഇതിനോട് എതിരഭിപ്രായം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ്. സ്നേഹ ധനുഷിനോട് പറയുകയാണ്, ധനുഷ്, നമ്മുടെ എന്തൊരവസ്ഥയാ. ഈ മുറിക്കുള്ളിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. അടുക്കളയിലോട്ടോ ആ വീട്ടിലോട്ടോ പോലും കയറാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടം വിട്ടു പോയാലോ? അതൊന്നും വേണ്ടെന്നും പിണക്കങ്ങളെല്ലാം ഉടൻ തന്നെ മാറുമെന്നും ധനുഷ് സ്നേഹയോട് പറയുന്നു. തുടർന്ന് സ്നേഹ ധനുഷിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവന്തിക പറഞ്ഞ കാര്യങ്ങൾ ധനുഷിന് ഓർമ്മ വരികയും ധനുഷ് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അതേസമയം സേതുമാധവൻ ആഭരണങ്ങളുമായിട്ട് സ്നേഹയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത് നിന്റെ അമ്മയുടെ ആഭരണങ്ങളാണെന്നും ലോക്കറിലിരിക്കുകയായിരുന്നെന്നും നിന്റെ വിവാഹത്തിന് വേണ്ടി എടുത്തതാണെന്നുമൊക്കെ സേതുമാധവൻ പറയുമ്പോൾ ഇതിനൊന്നും ഞാൻ അർഹതപ്പെട്ടതല്ലെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും വേണ്ടെന്നും സ്നേഹ പറയുന്നു. എന്നാൽ സ്നേഹയുടെ മറുപടി കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ്. വീണ്ടും സേതുമാധവൻ നിർബന്ധിക്കുമ്പോൾ ധനുഷ് സ്നേഹയോട് അത് വാങ്ങാനായി പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ ഞെട്ടലോടെ ധനുഷിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.